Okay, listen. Page number 15. Shah Jahan. Shah Jahan, 1628 to 1657. After Jahangir's death, there was a war succession amongst his sons. Prince Khurram defeated his brothers and became king. He came to be known as Shah Jahan, meaning ruler of the world. ഇപ്പൊ ജഹാംഗീറിന്റെ മരണത്തിന് ശേഷം ആഫ്റ്റർ ജഹാംഗീർസ് ഡെത്ത് there was a war of succession amongst his sons. അദ്ദേഹം ജഹാംഗീർ മരിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ മക്കളൊക്കെ കൂടി യുദ്ധമായി. എന്തിനെ, ആർക്ക് വേണം അധികാരം, എനിക്ക് വേണം എന്നുള്ള രീതിയിൽ അവരുടെ മക്കളൊക്കെ തമ്മിൽ അടിയായി. പ്രിൻസ് ഖുറം രാജകുമാരൻ ഡിഫീറ്റഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ബിക്കേം കിങ്. ഖുറം രാജകുമാരൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ബ്രദേഴ്സിനെയും പരാജയപ്പെടുത്തി രാജാവായി അധികാരമേറ്റു. He came to be known as, അങ്ങനെ അദ്ദേഹം അറിയപ്പെട്ടു എന്ത്, ഷാജഹാൻ എന്ന്. അങ്ങനെ ഖുറം പ്രിൻസ് ആണ് ഷാജഹാൻ എന്നറിയപ്പെടുന്നത്. ഷാജഹാൻ മീൻസ് ruler of the world. After Jahangir's death, there was a war of succession amongst his sons. Then Prince Khurram defeated his brothers and became king. This Khurram prince, named as Shah Jahan, known as Shah Jahan. Shah Jahan means ruler of the world. Okay. Military campaigns. Next one, military campaigns. Shah Jahan's reign witnessed many revolts. The Bandela Rajaputs of Bundelkhand revolted. Shah Jahan crushed this revolt easily. Next, there was a revolt in the Deccan. Shah Jahan invaded the Deccan and annexed Ahmednagar in 1633. Bijapur and Golconda signed a peace treaty with Shah Jahan and agreed to pay an annual tribute. അങ്ങനെ നമ്മൾ പറഞ്ഞു, ഷാജഹാൻ ആഫ്റ്റർ ജഹാംഗീർസ് ഡെത്ത് a war succession amongst his son. Then Prince Khurram defeated his brothers and became king. Khurram prince known as Shah Jahan. Shah Jahan means ruler of the world. Then Shah Jahan's reign witnessed many revolts. ഒരുപാട് റിവോൾട്സ് അദ്ദേഹം തരണം ചെയ്തിട്ടുണ്ട്. ബണ്ടേല രജപുത് ഓഫ് ബണ്ടൽഖണ്ഡ് റിവോൾട്ടഡ്. ചെയ്തു, ബണ്ടേല രജപുത്തുമായി അദ്ദേഹം ബണ്ടൽഖണ്ഡിലെ ബണ്ടേല രജപുത്തുമായി അദ്ദേഹം റിവോൾട്ട് ചെയ്തു. ഷാജഹാൻ അങ്ങനെ ഈ ബണ്ടേല രജപുത്തുമായുള്ള ഈ റിവോൾട്ട് ഈസിലി ആയിട്ട് വളരെ എളുപ്പത്തിലാണ് കൈകാര്യം ചെയ്തത്. അതിനുശേഷം നെക്സ്റ്റ് there was a revolt in the Deccan റിവോൾട്ടിനെ അദ്ദേഹം ഫേസ് ചെയ്തു. ഷാജഹാൻ invaded the Deccan and annexed Ahmednagar in 1633. 1633 അദ്ദേഹം ഡെക്കാനെ ഇൻവേഡ് ചെയ്തിട്ട് അഹമ്മദ്നഗർ പിടിച്ചെടുത്തു. അഹമ്മദ്നഗർ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തോട് കൂടി കൂട്ടിച്ചേർത്തു. After consolidating his position in the Deccan, Shah Jahan sent an army to Balkh and Badakhshan in Central Asia in order to add Timur's capital of Samarkand to his empire. This campaign, however, failed. He also failed to recover Kandahar from the ruler of Persia. അങ്ങനെ അദ്ദേഹം, ഞാൻ പറഞ്ഞു 1633 അദ്ദേഹം ഡെക്കാനെ റിവോൾട്ട് ചെയ്തിട്ട് അഹമ്മദ്നഗർ പിടിച്ചെടുത്തു. അഹമ്മദ്നഗർ captured Ahmednagar and annexed with his territories in 1633. After consolidating his positions in the Deccan, Shah Jahan sent an army to ബാൾക്കിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലെ ബഡക്ഷനിലേക്ക് അദ്ദേഹത്തിന്റെ ആർമീനെ സെൻഡ് ചെയ്തു. എന്തിനു വേണ്ടി? to add Timur's capital of Samarkand to his empire. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തോടൊപ്പം തിമൂർ കൂട്ടിച്ചേർക്കാൻ വേണ്ടി, തിമൂർ പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആർമീനെ അദ്ദേഹം ബാൽക്കിലേക്ക് പറഞ്ഞയച്ചു. Then Timur's capital Samarkand to his empire. This campaign, however, failed. പക്ഷേ ഇതെന്ത് ചെയ്തു? ഇതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിന്റെ ആർമീനെ ബാൽക്കിലേക്ക് സെൻഡ് ചെയ്തു. ഇതിനു വേണ്ടി തിമൂർ പിടിച്ചെടുക്കാൻ. പക്ഷെ ഈ തിമൂർ ഇൻവേഷൻ അദ്ദേഹത്തിന് നടന്നോ? ഇല്ല, അദ്ദേഹം അതില് പരാജയപ്പെട്ടു. Then he also failed to recover Kandahar from the ruler of Persia. പേർഷ്യ രാജാവിൽ നിന്ന്
കാണ്ഡഹാർ പിടിച്ചെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹവും അതോടുകൂടി ഫെയിൽ ആയിപ്പോയി. 1633 അദ്ദേഹം എന്ത് പിടിച്ചെടുത്തിട്ടുണ്ട്? അഹമ്മദ്നഗർ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കാണ്ഡഹാർ അല്ലെങ്കിൽ നമ്മുടെ തിമൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നടന്നില്ല. കാണ്ഡഹാറും തിമൂറും ഒന്നും പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം അതിലെ പരാജയപ്പെട്ടു പോയി. യൂറോപ്യൻ ട്രേഡേഴ്സ്. നെക്സ്റ്റ് വൺ, യൂറോപ്യൻ ട്രേഡേഴ്സ്. യൂറോപ്യൻ ട്രേഡേഴ്സ് continued their trading activities. They established trading outposts in different parts of the empire. Shah Jahan kept a close watch on them when he came to know that the Portuguese were creating trouble and not paying custom duties. He defeated them and made them trade on his terms. യൂറോപ്യൻ ട്രേഡേഴ്സ്, യൂറോപ്പിലെ വ്യാപാരികള് കണ്ടിന്യൂഡ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. യൂറോപ്യൻ ജനങ്ങള് അവരുടെ വ്യാപാരം തുടർന്നുകൊണ്ടേയിരുന്നു. ദേ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡിംഗ് ഔട്ട് പോസ്റ്റ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ എംപയർ. അദ്ദേഹത്തിന്റെ ഈ ഷാജഹാന്റെ പല സാമ്രാജ്യത്തിലെ ഷാജഹാന്റെ എംപയറിൽ അവര് യൂറോപ്യൻ ട്രേഡേഴ്സ് വ്യാപാരം നടത്തിയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഷാജഹാൻ കെപ്റ്റ് എ ക്ലോസ് വാച്ച് ഓൺ ദം. എന്ത് ചെയ്തു? ഈ ട്രേഡേഴ്സിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഷാജഹാൻ ഒരു കണ്ണുണ്ടായിരുന്നു. എപ്പോഴും ഷാജഹാൻ ഈ ട്രേഡേഴ്സിനെ, യൂറോപ്യൻ ട്രേഡേഴ്സിനെ എപ്പോഴും വാച്ച് ചെയ്തിരുന്നു. When he came to know that the Portuguese were creating a trouble and not paying custom duties. അവര് കസ്റ്റം ഡ്യൂട്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ഷാജഹാന്റെ എംപയറിൽ യൂറോപ്യൻ ട്രേഡേഴ്സ് എപ്പോഴും ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നു. ഈ ട്രേഡിംഗില് എപ്പോഴും ഷാജഹാൻ ഒരു കണ്ണുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അങ്ങനെ ലാസ്റ്റ് മനസ്സിലാക്കി, എന്ത്? പോർച്ചുഗീസ് were creating trouble. പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇവര്. എന്ത് ചെയ്യുന്നു? That the Portuguese were creating trouble and not paying custom duties. കസ്റ്റം ഡ്യൂട്ടീസ് കൊടുക്കാതെയാണ് അവര് വ്യാപാരം നടത്തുന്നത്. അങ്ങനെ he defeated them. അങ്ങനെ അവരെ പരാജയപ്പെടുത്തി. and made them trade on his terms. അങ്ങനെ നമ്മുടെ ഷാജഹാന്റെ ടേമിനനുസരിച്ച് മാത്രം വ്യാപാരം നടത്താൻ അദ്ദേഹം ഉത്തരവിറക്കി. മനസ്സിലായോ? കസ്റ്റം ഡ്യൂട്ടീസ് കൊടുക്കാതെയാണ് യൂറോപ്യൻ ട്രേഡേഴ്സ് വ്യാപാരം നടത്തിയിരുന്നത്. ഇത്ര ട്രേഡിംഗ് നടത്തുമ്പോൾ അതിനൊരു കസ്റ്റം ഡ്യൂട്ടി കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതെ അതിന്റെ മറവിലിരുന്നാണ് ഇവര്, അത് മറച്ചുകൊണ്ടാണ് ഇവര് വ്യാപാരം നടത്തിയിരുന്നത്. പക്ഷെ ഷാജഹാൻ അത് കണ്ടുപിടിക്കുകയും എന്ത് പറഞ്ഞു അദ്ദേഹം? എന്റെ ടേംസിന് അനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡിംഗ് നടത്തിയാൽ മതിയെന്ന്. ഓക്കെ. Then Shah Jahan, the king. Under Shah Jahan, architecture witnessed tremendous growth. He built the Taj Mahal at Agra. He also built a new city called Shahjahanabad, 7th century of Delhi, and made its capital. അങ്ങനെ ഷാജഹാൻ ആണ്, നമുക്കറിയാം. ഷാജഹാൻ എന്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട്? താജ്മഹൽ അല്ലേ? ഷാജഹാനാണോ താജ്മഹൽ പണിതത്? അല്ലേ? ഷാജഹാൻ ബിൽറ്റ് താജ്മഹൽ അറ്റ് ആഗ്ര. ആഗ്രയിൽ അദ്ദേഹം താജ്മഹൽ പണി കഴിപ്പിച്ചു. എന്തിനു വേണ്ടി അദ്ദേഹം താജ്മഹൽ പണി കഴിപ്പിച്ചത്? അതിനൊരു കഥയുണ്ടല്ലോ. എന്താ അത്? അദ്ദേഹത്തിന്റെ പത്നി മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം താജ്മഹൽ പണി കഴിപ്പിച്ചത് അല്ലേ? അദ്ദേഹത്തിന്റെ വൈഫായ മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം താജ്മഹൽ ആഗ്രയിൽ പണി കഴിപ്പിച്ചത്. മാത്രല്ല അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. എന്താണോ? ഹി ഓൾസോ ബിൽറ്റ് എ ന്യൂ സിറ്റി. പുതിയൊരു സിറ്റി അവിടെ സ്ഥാപിച്ചു. അതിന്റെ പേരാണ് എന്ത്? ഷാജഹാനാബാദ്. അപ്പൊ ആദ്യം ഡൽഹിയുടെ ആദ്യത്തെ പേരായിരുന്നു ഷാജഹാനാബാദ്. ഫസ്റ്റ് ഡൽഹിക്ക് ഉണ്ടായിരുന്ന പേര് ഇന്ദ്രപ്രസ്ഥ എന്നാണ്. മനസ്സിലായോ? ഇന്ദ്രപ്രസ്ഥ. അതാരാ ഉണ്ടാക്കിയത്? ഏതോ രാജാക്കന്മാരാ. ഇന്ദ്രപ്രസ്ഥ. അപ്പൊ ആദ്യം ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്നായിരുന്നു. അതിനുശേഷം ഇന്ദ്രപ്രസ്ഥ മാറി നമ്മുടെ ഷാജഹാൻ അതിനെ റീബിൽഡ് ചെയ്തു. ഡൽഹിനെ റീബിൽഡ് ചെയ്തിട്ട് അതിന് പേര് കൊടുത്തു ഷാജഹാനാബാദ് എന്ന്. മനസ്സിലായോ? ഷാജഹാനാബാദ്. അപ്പൊ ഷാജഹാൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഷാജഹാൻ ബിൽറ്റ് താജ്മഹൽ ഫോർ ദ മെമ്മറി ഓഫ് ഹിസ് wife Mumtaz, and he also built a new city and called that city is Shahjahanabad. Named that city is Shahjahanabad. Okay. ശ്രേയ, കുറെ കാലമായല്ലോ കണ്ടിട്ട് ശ്രേയനെല്ലാം. ശ്രേയ ബിജു. ശ്രേയ കേൾക്കുന്നുണ്ടോ? ശ്രേയ?
Okay. Next paragraph. In 1657, Shah Jahan fell ill. A war of succession broke out among his 4 sons, Dara Shikoh, Shah Shuja, Aurangzeb and Murad Baksh. Aurangzeb defeated and killed his main rival, Dara. He imprisoned Shah Jahan at the Agra fort. Thereafter, he crowned himself emperor. എന്താ പറഞ്ഞേ 1657 in 1657 ഷാജഹാൻ fell ill. ഷാജഹാന് അസുഖം ബാധിച്ചു. A war of succession broke out among his 4 sons. അദ്ദേഹത്തിന് 4 മക്കളും അടിയായി. ഇതിനു വേണ്ടി സ്ഥാനത്തിന് വേണ്ടി. 1657 ഷാജഹാന് അസുഖം ബാധിച്ചു. ഫെയ്ത്തെ in 1657 ഷാജഹാൻ fell ill. His 4 sons broke out a war. 4 sons are Dara, Shikoh, Shah, Shuja, Aurangzeb and Murad Baksh. These are the 4 sons of Shah Jahan. In 1657 he fell ill. അദ്ദേഹം 1657 ഷാജഹാൻ രോഗബാധിതനായപ്പം അദ്ദേഹത്തിന്റെ 4 ആൺമക്കൾ തമ്മിൽ സ്ഥാനത്തിന് വേണ്ടി ഞാൻ രാജാവാകും എന്നുള്ള രീതിയിൽ അടി തുടങ്ങി. Then Aurangzeb defeated and killed his main rival. അദ്ദേഹത്തിന്റെ മെയിൻ റൈവലായ ധാരയെ ആര് കൊന്നു? Aurangzeb defeated and killed the Dhara and imprisoned Shah Jahan at the Agra fort. Agra fortൽ അദ്ദേഹത്തെ imprison ചെയ്തു. Thereafter അതിനുശേഷം he crowned himself emperor. അദ്ദേഹം സ്വയം എന്തായി? emperor ആയി സ്ഥാനമേറ്റു. ആര്? ഔറംഗസേബ്. 1657 ഷാജഹാൻ അസുഖം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ 4 മക്കൾ തമ്മിൽ യുദ്ധത്തിന് സ്ഥാനത്തിന് വേണ്ടി അടിയുണ്ടാക്കാൻ തുടങ്ങി അല്ലെ. അങ്ങനെ ഔറംഗസേബ് എന്ത് ചെയ്തു? ഔറംഗസേബ് ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് ഹിസ് മെയിൻ റൈവൽ ധാര ആൻഡ് ഇംപ്രിസൺഡ് ഷാജഹാൻ അറ്റ് ആഗ്ര. ആഗ്രയിൽ എന്താ ഉള്ളത്? താജ്മഹൽ. Then thereafter he crowned. Aurangzeb crowned himself as emperor. Okay. Then Shah Jahan spent 18 years, 1658 up to 66 at the Agra fort. അങ്ങനെ 1657 അദ്ദേഹത്തിന് അസുഖം വരുന്നത്. അദ്ദേഹത്തെ ആഗ്ര ഫോർട്ടിലാക്കി നമ്മൾ പറഞ്ഞു അല്ലെ. ആഗ്ര ഫോർട്ടിലാക്കി. He was looked after by his daughter. അദ്ദേഹത്തെ ആരാ നോക്കിയത് 8 വർഷക്കാലം? അദ്ദേഹത്തിന്റെ മകളുടെ പേരാണ് ജഹാനര. എന്താ വായിക്കാം? ജഹാനര. This was the only time in the history of the great Mughals when 2 Mughal emperors were alive at the same time. അങ്ങനെ 8 വർഷക്കാലം 1658 മുതൽ 1666 വരെ അദ്ദേഹത്തിന്റെ മകളുടെ സംരക്ഷണത്തില് അദ്ദേഹം ആഗ്ര ഫോർട്ടിൽ താമസിച്ചു. ആര്? ഷാജഹാൻ. അപ്പൊ ഷാജഹാന്റെ കാര്യവും ഏകദേശം നമ്മൾ പറഞ്ഞു അല്ലെ. അടുത്തതാണ് ഔറംഗസേബ്. ഷാജഹാന്റെ മകൻ ഔറംഗസേബ്. ഓരോരാളുടെ മക്കളെ കുറിച്ച് എത്രയും നേരം പഠിച്ചു കേട്ടോ. 1 by 1 ആയി വന്നു. ഔറംഗസേബിലെത്തി. ദിയ, ശ്രേയ, അൻമരിയ, ഫെയ്ത്തെ. Next one, Aurangzeb, 1658 to 1707. The last of the ശ്രേയ ബിജു കേൾക്കുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. ശ്രേയ കേൾക്കുന്നുണ്ടോ? കേൾക്കാം മിസ്. അതെയോ? ഞാൻ ഇതിനു മുമ്പേ കുറെ പ്രാവശ്യം ശ്രേയനെ വിളിച്ചു. ശ്രേയ കേട്ടിരുന്നില്ല. കേറി ഉടനെ കുറെ പ്രാവശ്യം വിളിച്ചതാ. ശ്രേയ കേട്ടില്ല. നെക്സ്റ്റ് വൺ, ഔറംഗസേബ് 1658 to 1707. 1658 മുതൽ 1707 വരെ. The last of the great Mughals, Aurangzeb Alamgir, meaning conqueror of the world, ruled for 49 years, the same as Akbar. His empire covered nearly the whole of India. The last of the great Mughals. മുഗൾ രാജാക്കന്മാരെ ലാസ്റ്റ് വ്യക്തിയാണ് ആര്? ഔറംഗസേബ്. Alamgir meaning conqueror of the world. Alamgir means conqueror of the world.
അങ്ങനെ നമ്മുടെ ഔറംഗസീബിനെ അറിയപ്പെടുന്ന അലാംഗീർ എന്നാണ്. അലാംഗീർ എന്ന് പറഞ്ഞാല് കോൺകർ ഓഫ് ദ വേൾഡ് എന്നാണ്. അദ്ദേഹം 49 വർഷം ഈ സാമ്രാജ്യം ഭരിച്ചു. ഓക്കെ, സെയിം ആസ് അക്ബർ. അക്ബറിനെ പോലെ ഏകദേശം 49 വർഷം അദ്ദേഹം ഭരിച്ചു. ഹിസ് എംപയർ കവേർഡ് നിയർലി ദ ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ മുഴുവൻ ഏകദേശം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. Then ഔറംഗസീബ് reigns can be divided in two phases. ഔറംഗസീബിന്റെ ഭരണകാലത്തെ കാലഘട്ടത്തെ അദ്ദേഹം രണ്ടായി തരംതിരിച്ചു. ഒന്ന് from 1658 to 1680. Second one 1681 to 1707. അപ്പം ഔറംഗസേബ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് മുഗൾസ്. ഔറംഗസീബ് is the last emperor of the Mughals. He is known as Alamgir. Alamgir means conqueror of the world. He is ruled, this empire is about 49 years, same as Akbar. Aurangzeb's reign can be divided into two phases such as 1658 to 1680, 1681 to 1707. 1658 മുതൽ 1680 വരെയുള്ള കാലഘട്ടമെന്നും 1681 മുതൽ 1707 വരെ. 1658 മുതൽ 1680 വരെ അദ്ദേഹം ഭരിച്ചത് നോർത്ത് ഇന്ത്യ ആയിരുന്നു. മനസ്സിലായോ? ഔറംഗസേബ് റൂൾഡ് ഫ്രം 1658 to 1680 ഈസ് നോർത്ത് ഇന്ത്യ. Then 1681 to 1707 he ruled in the Deccan. 1658 1680 കാലഘട്ടത്തിൽ അദ്ദേഹം നോർത്ത് ഇന്ത്യ ഭരിച്ചു. 1681 മുതൽ 1707 വരെ അദ്ദേഹം എന്ത് ഭരിച്ചു? ഡക്കാണിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. Then revolts. There were many revolts during the reign of Aurangzeb. In northern India, Aurangzeb had increased the land tax from 1/3 to 1/2 of the produce. The judges of the Agra Mathura region, the Satnamis and Bandelas revolted against it. The most powerful revolts were that of the Rajaputs, the Sikhs and the Marathas. Most of the Aurangzeb time, energy and resources were spent on crushing these revolts. അതായത് ഔറംഗസേബിന്റെ കാലത്ത് ഒരുപാട് റിവോൾട്ട്സ് ഉണ്ടായിരുന്നു. In northern India, നോർത്ത് ഇന്ത്യയില് ഔറംഗസീബ് had increased the land tax from 1/3 to 1/2 of the produce. നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ചെയ്ത പണി എന്താ? ലാൻഡ് ടാക്സ് വർദ്ധിപ്പിച്ചു. ലാൻഡിന്റെ ടാക്സ് വർദ്ധിപ്പിച്ചു. അതായത് 1/3 ഉണ്ടായിരുന്ന ടാക്സ് എന്താക്കി? ഹാഫ് ആക്കി മാറ്റി. മനസ്സിലായോ? 30 രൂപയുടെ പ്രൊഡക്ഷൻ നടന്നാൽ 10 രൂപ ലാൻഡ് ടാക്സ് ആയി കൊടുക്കേണ്ടടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു? നേർപകുതി, അതായത് 30 കിട്ടിയാൽ 15 എന്ന രീതിയാക്കി മാറ്റി. 1/3 ഉണ്ടായിരുന്നത് ഹാഫ് ആക്കി മാറ്റി. Jats of the Agra Mathura region, the Satnamis and Bandela revolt against it. The most powerful revolts were that of Rajaput. The Sikhs and the Marathas. Most of Aurangzeb's time, energy and resources were spent on crushing these revolts. അതായത് ബണ്ടേലാസ്, സത്നമീസ്, രജപുത്ത്, സിഖ്, മറാത്ത ഇവരൊക്കെ ആയിട്ട് ഇദ്ദേഹം യുദ്ധമായിരുന്നു. മനസ്സിലായില്ലേ? കാരണം എന്താ? ലാൻഡ് ടാക്സ് ഇദ്ദേഹം കൂട്ടി. ലാൻഡ് ടാക്സ് 1/3 ഉണ്ടായിരുന്നത് നേർപകുതിയാക്കി ഔറംഗസേബ് കൂട്ടിയത് കൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്തു? റിവോൾട്ട് ചെയ്തു ഇദ്ദേഹത്തോട്. ഓക്കെ, ഇനി ഡെക്കാൻ പോളിസി. നെക്സ്റ്റ് വൺ, ഡെക്കാൻ പോളിസി. Aurangzeb spent the last 26 years of this region in the Deccan. He wanted to crush the power of the Marathas and strengthen his position in the Deccan. You will read more about the conflict between Aurangzeb and Shivaji in lesson 11. അങ്ങനെ ഔറംഗസീബ് sent the last 26 years of this region in Deccan. ഔറംഗസീബിന്റെ കാലഘട്ടത്തിലെ അവസാനത്തെ 26 വർഷം അദ്ദേഹം എവിടെയായിരുന്നു? ഡെക്കാണിലായിരുന്നു. He wanted to crush the power of the Marathas and strengthen his position in the Deccan. അദ്ദേഹത്തിന് എന്ത് വേണം? ഔറംഗസീബ് wanted to crush the power of Marathas. മറാത്ത ഭരണം അവിടെ
വേണ്ട, മറാത്ത ഭരണത്തെ ഇല്ലാതാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രെങ്ത് ഡെക്കാനിൽ കൊണ്ടുവരണം. ഇപ്പൊ ലാസ്റ്റത്തെ അദ്ദേഹത്തിന്റെ എംപയറിന്റെ ലാസ്റ്റ് 26 years അദ്ദേഹം ഡെക്കാനിലായിരുന്നു. അദ്ദേഹത്തിന് he wanted to crush the Maratha power there and adopt his strength. അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് അവിടെ കൊണ്ടുവരണം. ഇത് you will read about the conflict between Aurangzeb and Shivaji. ഔറംഗസേബിന്റെയും ശിവാജിയും, ഔറംഗസേബും ശിവാജിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് നമ്മൾ ലെസൺ 11 പഠിക്കും, 11ാമത്തെ പാഠത്തിൽ പഠിക്കും. Aurangzeb annexed Bijapur in 1686 and Golconda in 1687. However, these conquests did not benefit the empire. He was built to administer these lands as they were too far from the capital. Also, the Mughal came face to face with the Marathas. Aurangzeb tried to crush with them, but failed. Even after realizing that Marathas were a powerful enemy, he did not try to make peace with them. This weakened the empire. അങ്ങനെ അദ്ദേഹം 1686 ബിജാപൂർ കൂട്ടിച്ചേർത്തു. അതുപോലെ 1687 ഗോൾക്കൊണ്ടയും പിടിച്ചെടുത്തു. In 1686, Aurangzeb annexed Bijapur and in 1687 Golconda, captured Golconda. Then അങ്ങനെ അദ്ദേഹം he is always conflict between Marathas. Aurangzeb always conflict between Marathas. But he didn't അദ്ദേഹം എന്ത് ചെയ്തില്ല? ജയിച്ചോ? മറാത്തനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റിയോ? ഇല്ല, അദ്ദേഹത്തിന് ഒരിക്കലും ജയിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഓൾവേസ് ഫെയിലിംഗ്, എപ്പോഴും തോറ്റുകൊണ്ടേയിരുന്നു. അങ്ങനെ thus he have understood the Marathas were powerful enemy of me. എന്റെ ഒരു പവർഫുൽ ശക്തിയുള്ള ശത്രുക്കളാണ് ആര്? മറാത്ത എന്ന് ലാസ്റ്റ് ഔറംഗസേബിന് മനസ്സിലായി. In 1686, Aurangzeb captured Bijapur and annexed Bijapur. In 1687, Golconda. Annexed Golconda. This Aurangzeb always conflict between Marathas, but he didn't success them. അവന് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല, പരാജയപ്പെട്ടു. Then at last Aurangzeb have understood the Marathas were the powerful enemy. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ഒരിക്കലും നോട്ട് ട്രൈ ടു മേക്ക് പീസ് വിത്ത് ദം, അവരുമായിട്ട് ഒരിക്കലും നല്ല സമാധാനത്തിൽ പോകാൻ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ മറാത്താസിനെ തോൽപ്പിക്കാൻ പറ്റാതായപ്പം അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് ശോഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം മെൽറ്റ് ചെയ്തു, ക്ഷീണം പിടിച്ചു തുടങ്ങി. ഓക്കെ, ഓക്കെ. മറ്റൊരു ക്ലാസ് സുമാമിസിന് നടക്കുന്നുണ്ടായിരുന്നു, അത് ഇടയ്ക്ക് പോയി, അതുകൊണ്ട് സുമാമിസ് വിളിച്ചതായിരുന്നു. ഓക്കെ മക്കളെ, then next one, Aurangzeb, the king. ഏകദേശം ഔറംഗസേബിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഒരുവിധ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി അതുകൊണ്ട് അത് എടുക്കുന്നില്ല, അത് നിങ്ങൾ വായിച്ചു നോക്കുക. അത്യാവശ്യമുള്ളത് മാത്രം, എടുക്കാത്ത പോർഷൻ മാത്രം ഇങ്ങനെ എടുക്കാം. ഈ ഔറംഗസേബിന് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് നമുക്ക് അടുത്തത് വേണ്ടത് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. മുഗൾ അഡ്മിനിസ്ട്രേഷൻ, പേജ് നമ്പർ 52 ലാസ്റ്റ് വൺ, ദിസ് വൺ കണ്ടോ? അഡ്മിനിസ്ട്രേഷൻ കണ്ടോ? ദിയാ കുട്ടി കണ്ടോ? യെസ്. അഡ്മിനിസ്ട്രേഷൻ നോക്ക്. Mughal administration was a mix of Central Asian and Indian traditions. It was centralized monarchy and the ruler enjoyed absolute power. ഇപ്പൊ മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മിക്സ് ആയിരുന്നു. ഏഷ്യയുടെയും ഇന്ത്യയുടെയും, ഏഷ്യൻ ട്രഡീഷനും ഇന്ത്യൻ ട്രഡീഷനും തമ്മിലുള്ള ഒരു മിക്സ്ചർ ആയിരുന്നു ഇത് നമ്മുടെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ നോക്കാം.
Central administration. First one. The king was the head of both civil and military administration. He was assisted by many officials. അതായത് രാജാവായിരുന്നു ഹെഡ്. മനസ്സിലായോ? അതായത് മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ രാജാവായിരുന്നു ഹെഡ്. ബോത്ത് സിവിൽ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ. സിവിലായാലും സിവിലും മിലിറ്ററിയിലും രാജാവായിരുന്നു ഹെഡ്. മാത്രല്ല ഈ രാജാവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഹെഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് കിങ് ആൻഡ് മെനി ഒഫീഷ്യൽസ് were assisted the king. കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തത് the wazir was the prime minister. പ്രൈം മിനിസ്റ്റർ ആയിട്ട് wazir was the prime minister. ദിവാൻ was the head of the revenue department. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് ആര്? ദിവാൻ. Then Mir Bakshi looked after the military. മിലിറ്ററിനെ നോക്കി നടത്താൻ, മിലിറ്ററിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി മിർ ബക്ഷി. പിന്നെ ഖാൻ ഇ സമാൻ attended to the needs of the royal household. റോയൽ ഹൗസ് ഹോൾഡിന്റെ ആവശ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഖാൻ ഇ സമാൻ. നെക്സ്റ്റ് വൺ സാദിർ ഇ സദൂർ. kept a record of grants and donations made by the king. രാജാവിന് ഡൊണേഷനായി രാജാവ് കൊടുക്കുന്ന കാര്യങ്ങളും രാജാവിന് കിട്ടുന്ന ഗ്രാൻസ് ആയി കിട്ടുന്ന കാര്യങ്ങളുടെ റെക്കോർഡ് സൂക്ഷിക്കുന്ന ആളാണ് ആര്? സാദിർ ഇ സദൂർ. Then Ghasi was the chief judge. Ghasi. ഇപ്പൊ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിലെ രാജാവാണ് ഹെഡ്. സിവിലും മിലിറ്ററി അഡ്മിനിസ്ട്രേഷനിൽ രാജാവ് ഹെഡും രാജാവിന്റെ കീഴിൽ കുറച്ച് ജോലിക്കാരും ഉണ്ട്. അതാണ് ആര്? വാസിർ, ദിവാൻ, മിർ ബക്ഷി, ഖാൻ ഇ സമാൻ, സാദിർ ഇ സദൂർ ആൻഡ് ഖാസി. These are the other officials of the king in the central administration. Wazir, Prime Minister. Diwan, Head of the Revenue Department. Mir Bakshi looked after the military. Khan E Saman attended the needs of royal households. Sadir E Sadur keep the record of grants and donations of the king. Last one Ghasi is the chief judge. ഇതാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. രാജാവും രാജാവിന്റെ അതർ ഒഫീഷ്യൽസ്. ഇനി അടുത്ത provincial administration. Provincial administration നോക്കാം. The empire was divided into provinces called subas. Each suba was headed by a governor called subedar. He served as a link between his province and the ruler. Each suba was divided into sarkars or districts, and each sarkar into many paraganas. A paragana consisted of many villages. Provincial administration ഇങ്ങനെയായിരുന്നു. എന്താ? എംപയറിനെ, സാമ്രാജ്യത്തെ എന്ത് ചെയ്തു? പ്രോവിൻസ് ആയി ഡിവൈഡ് ചെയ്തു. Empire was divided into provinces. Each province is called subas. രാജാവ് സാമ്രാജ്യത്തെ, അദ്ദേഹത്തിന്റെ മുഗൾ സാമ്രാജ്യത്തെ പ്രോവിൻസസ് ആയി ഡിവൈഡ് ചെയ്തു. ആ പ്രോവിൻസസിന് പറയുന്ന പേരാണ് സുബാസ്. Each suba headed by a governor. That governor called subedar. Okay, അപ്പൊ നോക്കൂ മക്കളെ, നമ്മൾ പറഞ്ഞു പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിലെ empire was divided into provinces. Each province is called subas. Suba headed by a governor called subedar. സാമ്രാജ്യത്തെ, എംപയറിനെ പ്രോവിൻസ് ആയി ഡിവൈഡ് ചെയ്തു. ആ പ്രോവിൻസിനെ പറയുന്ന പേരാണ് സുബ. ആ സുബ ഭരിക്കുന്നത്, സുബയുടെ ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. സുബയുടെ ഗവർണറിനെ പറയുന്ന പേരാണ് സുബേദാർ. കിട്ടിയോ? മനസ്സിലായോ? എംപയർ ഡിവൈഡഡ് ഇൻറ്റു provinces called subas headed by governor called subedar. ഇനി നോക്ക് നെക്സ്റ്റ് വൺ. ഈച്ച് സുബ വാസ് ഡിവൈഡഡ് ഇൻറ്റു സർക്കാസ്. സുബേനെ, അതായത് എംപയറിനെ സുബയായി ഡിവൈഡ് ചെയ്തു. സുബേനെ വീണ്ടും സർക്കാർസ് എന്ന് ഡിവൈഡ് ചെയ്തു. സർക്കാർസ് ഓർ ഡിസ്ട്രിക്ട്. ഓക്കെ, സർക്കാർ ഡിവൈഡഡ് ഇൻറ്റു പാരഗനാസ്.
ഒന്നുകൂടെ പറയാം. എംപയർ ഡിവൈഡഡ് ഇൻറ്റു പ്രോവിൻസസ്, provinces divided into sarkars, sarkars divided into paraganas. Okay, empire divided into provinces called subas, subas headed by a governor called subedar. Then subas again divided into sarkars or district. Then each district or each sarkar again divided into paraganas. കിട്ടിയോ? ഇതാണ് provincial administration. അവിടെ നടന്ന പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഇതാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനും പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനും വ്യത്യാസം മനസ്സിലായോ? സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിലെ കിങ് വാസ് ദ ഹെഡ് ഓഫ് ബോത്ത് സിവിൽ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ. ദെൻ മെനി ഒഫീഷ്യൽസ് അസിസ്റ്റഡ് ബൈ ദ കിങ്. സോറി, മെനി ഒഫീഷ്യൽസ് assisted the king such as wazir, diwan, mir, bakshi, khan, nizam, sadri, sadur and ghazi. Provincial administration le empire divided into provinces called subas, subas headed by a governor called subedar, subas again divided into sarkar or district, sarkars or district consist many paraganas, paraganas consist many villages. These are the provincial administration of Mughal Empire. Have you understood? ഇത് പഠിക്കണേ, അഡ്മിനിസ്ട്രേഷൻ ഇന്ന് തന്നെ പഠിക്കാം. എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, എന്താണ് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ? എനി ഡൗട്ട്, എനിബഡി? എനി ഡൗട്ട്? ശ്രേയ ബിജു ക്ലാസ് കാണാറുണ്ടോ യൂട്യൂബില്? ശ്രേയ കാണാറുണ്ട് എപ്പോഴെങ്കിലും അല്ലേ? നമുക്ക് മനസ്സിലാവും ക്ലാസ് കാണാതിരിക്കുമ്പോ നമുക്കറിയാം ലാസ്റ്റ് തോറ്റു എന്നുള്ള റിസൾട്ട് വരുമ്പോ കാണാം. അറ്റൻഡൻസ് നമ്മൾ ആദ്യമേ കഴിഞ്ഞ PTയിൽ പറഞ്ഞ കാര്യമാണ്, മറന്നു പോകണ്ട. അറ്റൻഡൻസ്, മാർക്ക്, യൂട്യൂബ് ലിങ്ക് കാണുന്നവരുടെ എണ്ണം, ഇതൊക്കെ ദിവസവും ഡെയിലി ക്ലാസ് ടീച്ചേഴ്സ് അല്ലെ സബ്ജക്ട് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ? ഇതാ നിങ്ങൾ തമാശയായിട്ട് കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡെയിലി ഉള്ള ഡീറ്റെയിൽസ്. തമാശ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുന്ന. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇത് നോക്കിക്കോ. ക്ലാസ് തുടങ്ങിയ സമയം, അതിൽ പ്രസൻസ് ആയ കുട്ടികൾ, ആബ്സെന്റ് ആയ കുട്ടികൾ, ഹോംവർക്ക് ചെയ്ത കുട്ടികളുടെ എണ്ണം, ലിങ്ക് കണ്ട കുട്ടികളുടെ എണ്ണം, ഇതാണത്. തമാശ പറയുന്നതല്ല, ബി സീരിയസ്. അതുകൊണ്ട് പിന്നെ തോറ്റു കഴിയുമ്പോൾ ഞാൻ തോറ്റു പോയാലും എന്നെ എന്താ തോപ്പിച്ചെന്ന് ആരും ചോദിക്കാൻ വരരുതേ. ആദ്യമേ ഞാൻ പറയാം, നിങ്ങളുടെ ഓരോ മാർക്കും ഓരോ ക്ലാസ്സിലെ ഓരോ ആക്ടിവിറ്റിയും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും ഓരോ ടീച്ചേഴ്സും ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അതനുസരിച്ച് താഴെ ശ്രീകുട്ടി മിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് താഴെ റെക്കോർഡ് ചെയ്യുന്നു. അതനുസരിച്ചാണ് നിങ്ങളുടെ എന്താ പറയാ ഈ വർഷത്തെ പ്രൊമോഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും. ആരും തമാശയായി എടുക്കണ്ട. അന്ന് കഴിഞ്ഞ PT കഴിഞ്ഞ ഉടനെ നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം ഒരു വർഷം വെറുതെ വേസ്റ്റ് ആക്കാൻ വയ്യ. വെറുതെ വേസ്റ്റ് ആക്കുന്നത് കൊണ്ടാണ് ഒരു വർഷം ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തത്. കാരണം എല്ലാ സ്കൂളിലും പ്രൊമോഷൻ അല്ലെങ്കിൽ നമ്മുടെ അതേപോലെ ഇരുത്തുക എന്നുള്ളത് ആ ഒരു സംവിധാനം മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയത്. വെറുതെ നിങ്ങളെ കയറ്റി വിട്ടുകൊണ്ട് കാര്യമില്ല. കാരണം നിങ്ങൾ വെറുതെ 8ാം ക്ലാസ്സിലേക്ക് പോയതുകൊണ്ട് 7ത്തെ കാര്യങ്ങളൊന്നും അറിയാതെ 8ലേക്ക് പോയതുകൊണ്ട് കാര്യമില്ല. 7ത്തെ പഠിക്കാതെ 8ലേക്ക് പോയിട്ട് കാര്യമില്ല. മാത്രമല്ല നിങ്ങൾ 7ൽ തന്നെ ഇരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം വെറുതെ പോകും. അതുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ പ്രൊമോഷൻ ഉണ്ടാവുക. മനസ്സിലായില്ലേ? പെയ്ത്തെ തലേന്ന് കുളിക്കാൻ പറയാം. നോട്ടൊന്നും കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഇത് തന്നെ നിന്റെ അവസ്ഥ. നോട്ട് കംപ്ലീറ്റ് ആയോടാ? കുറച്ചാ? നോട്ട് കംപ്ലീറ്റ് ആക്കി സെൻഡ് ചെയ്യാം. ശ്രേയ കേട്ടില്ലേ? ശ്രേയ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത മോളെ. ശ്രേയ ബിജു, ശ്രേയ
കേട്ടോ ശ്രേയ? ശ്രേയ പോയി. അപ്പൊ ആൻമരിയെ, ഷോണേ, ദിവസം ക്ലാസ്സിൽ കയറിയോണ്ട് മാത്രമായില്ല, തരുന്ന ഹോംവർക്ക് ചെയ്യാൻ, നോട്ട് കംപ്ലീറ്റ് ആക്കുക, പഠിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത ടേം എക്സാം വരാൻ തുടങ്ങി. ഈ മാസം 25 ഈ മാസം വീണ്ടും നിങ്ങളുടെ അടുത്ത എക്സാം. ശ്രേയ ചിരിക്കൊന്നും വേണ്ട. അപ്പം അടുത്ത എക്സാം ഈ മാസമാണെന്ന് തോന്നുന്നു. ഈ മാസം 25, 26 തീയതികളിൽ നിങ്ങൾക്ക് എക്സാം വീണ്ടും ഉണ്ട്. എല്ലാവരും നന്നായി പഠിക്കാം. ശ്രേയ പരമാവധി ക്ലാസ്സിൽ കയറി കേട്ടോ മോളെ. ശ്രേയ ബിജു പരമാവധി ക്ലാസ്സിൽ കയറാം. ഓക്കെ, ബൈ ബൈ.